ഒരു ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണിച്ചു വരുത്തിയ ശേഷം മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രകീർത്തിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായി അവർക്ക് അതിനെക്കുറിച്ച് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാധ്യമങ്ങൾ ഈ നാട്ടിൽ സൃഷ്ടിക്കുന്ന നരേഷനുകളെ അടിസ്ഥാനപ്പെടുത്തിയല്ല ആൾക്കാരുടെ ചിന്തകൾ രൂപപ്പെടുന്നതെന്ന് തിരിച്ചറിഞ്ഞോളും. അതുകൊണ്ടാണ് ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു വേദിയിൽ ഒരു വ്യക്തിയെ പ്രശംസിച്ചുകൊണ്ട് ഒരു വലിയ സംഘടനയുടെ സ്വാമിമാർ തന്നെ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ എന്ന വ്യക്തി കർമ്മപഥത്തിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നെയാണ്, ഒരു സംശയവുമില്ല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും ഒരാൾ സ്വന്തം കഴിവിനാൽ നേടിയെടുത്തതൊന്നും തകർക്കാൻ കഴിയില്ല എന്ന് അടിവരയിട്ട് പറയുന്നത്. പിണറായി വിജയന് 2025 എങ്ങനെയെന്നറിയാൻ ശിവഗിരിയിൽ നിന്ന് ഇന്നലെ ഉയർന്നു കേട്ട ചില വാചകങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചാണ് അതിൻ്റെ സമ്മേളനം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യാനെത്തിയത്. ആ സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് ശിവഗിരിയിലെ ഒരു സ്വാമി പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. ആ വാചകങ്ങൾ കേരളത്തിലെ കൊട്ടേഷൻ മാധ്യമങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന പണിക്കെല്ലാം ഒരു ഉത്തരമാണ്. ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്താൻ നിരന്തരം വ്യാജ കഥകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് ഈ നാട്ടിൽ മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ട്, അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. ശിവഗിരി മഠത്തെ സംബന്ധിച്ച് അവർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ഈ വാക്കുകൾ പ്രകടമാക്കുന്നുണ്ട്. തീർത്ഥാടന മഹാസമ്മേളനം ഇവിടെ സമുദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളാണ്. ഏറ്റവും അർഹതപ്പെട്ട ഒരു വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ പിണറായി വിജയൻ എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ ഐക്യ കേരളം രൂപീകൃതമായതിനു ശേഷം ശ്രീനാരായണ ധർമ്മ പ്രചാരണ പ്രവർത്തനത്തിനും ശിവഗിരിക്കും വേണ്ടി ഇവിടുത്തെ ജനാധിപത്യ മതേതര ഗവൺമെൻറ്റുകൾ ഒട്ടേറെ സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അക്കാര്യങ്ങൾ ഒരിക്കലും ശ്രീനാരായണ സമൂഹവും ശിവഗിരിയും ഒരിക്കലും വിസ്മരിക്കുകയില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് കേരള ഗവൺമെൻറ്, ശ്രീ പിണറായി സർക്കാർ വലിയ ഒരു കുതിച്ചുചാട്ടമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടത്തിയത് എന്ന് പറയാതെ പോകുക വയ്യ. കാരണം നമ്മുടെ തലസ്ഥാന നഗരിയിൽ അങ്ങോളം ഇങ്ങോളം നാം കണ്ണോടിക്കുമ്പോൾ ധാരാളം സാമൂഹിക സാംസ്കാരിക ആധ്യാത്മിക രംഗത്തെ വ്യക്തിത്വങ്ങളുടെ പ്രതിമ നമ്മുടെ തലസ്ഥാന നഗരിയിൽ കാണുവാൻ കഴിയും. എന്നാൽ കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ പ്രത്യേകിച്ചു കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തിന് ഒരു ചാലകശക്തിയായി നിലകൊണ്ട ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമ തലസ്ഥാന നഗരിയിൽ കാണുവാനില്ലായിരുന്നു. എന്നാൽ ഒന്നാം പിണറായി സർക്കാർ ധീരവും ശക്തവുമായ ഒരു നിലപാടിലൂടെ ശ്രീനാരായണ ഗുരുദേവന്റെ പൂർണ്ണകായ പ്രതിമ അനന്തപുരിയുടെ തിരുഹൃദയത്തിൽ തന്നെ അനാവരണം ചെയ്യുകയുണ്ടായി. അത് ശ്രീനാരായണ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ശ്രീനാരായണ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു മുഹൂർത്തമായിരുന്നു. അതിനുശേഷം പിണറായി സർക്കാർ ചെയ്ത ഏറ്റവും വലിയ മഹത്വം ഗുരുവിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഗുരുകുലത്തിൽ, ശ്രീനാരായണ ഗുരുകുലത്തിൽ 19 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ശ്രീനാരായണ കൺവെൻഷൻ സെന്ററും ശ്രീനാരായണ ഡിജിറ്റൽ മ്യൂസിയവും സ്ഥാപിക്കുകയുണ്ടായി. മറ്റൊന്ന്, ശ്രീനാരായണ വിശ്വാസികളുടെയും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും ചിരകാല സ്വപ്നമായിരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് സമുദ്ഘാടനം ചെയ്യിക്കുകയുണ്ടായി. ഇതും പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന കാര്യം. പിന്നീട് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനത്തെയും സന്ദേശങ്ങളെയും സമഗ്രമായി അപഗ്രഥം ചെയ്യുവാനും പഠിക്കുവാനും വേണ്ടി 59 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കൊല്ലത്ത് ആദ്യമായി ഒരു സാംസ്കാരിക നിലയം സമുദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. ഈ കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചത് പിണറായി സർക്കാർ ചില അവിസ്മരണീയങ്ങളായ മുഹൂർത്തങ്ങളെ മാത്രമാണ്. ശിവഗിരിക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കുമായി ഒട്ടേറെ സഹായ സഹകരണങ്ങൾ
ഉദാരപരമായ കാര്യങ്ങളിൽ പിണറായി സർക്കാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഏറ്റവും അർഹതപ്പെട്ട വ്യക്തിത്വമാണ്. ഒറ്റ ഉത്തരമേ ഉള്ളൂ: പ്രവൃത്തിയിൽ വിശ്വസിക്കുക, അതിൽ കഠിനാധ്വാനം ചെയ്യുക, അതിനോട് ആത്മാർത്ഥത പുലർത്തുക. അത് മാത്രം ചെയ്ത് മുന്നോട്ട് പോയാൽ ബാക്കിയുള്ളതെല്ലാം തനിയെ തെളിഞ്ഞു വരും. അതാണ് ഈ കേട്ട വാചകങ്ങൾ. കേരളത്തിൻ്റെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അതിനുവേണ്ടി ശ്രീനാരായണ ഗുരു കോറിയിട്ട വാക്കുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കാഴ്ചക്കാരായിട്ടുള്ളവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അതാണ് അവിടെ പ്രകടമായി കേട്ടത്. കേരളത്തിലെ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വർഗീയ ചാപ്പ കുത്താൻ പരിശ്രമിക്കുമ്പോൾ അതല്ല, ഈ നാട്ടിലെ ജനങ്ങളായിട്ടുള്ളവർ, ഭരണത്തെ നോക്കിക്കാണുന്നവർ, വ്യക്തിയെ നിരീക്ഷിക്കുന്നവർ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അവർക്ക് അത് ബോധ്യപ്പെടുന്നുണ്ട്.